ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനോട് പറഞ്ഞു, ഷംസു, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അല്ല, ഇപ്പോഴും ഉണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമുള്ള, അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു നല്ലൊരു സുഹൃത്ത്, ഒരു കൂടപ്പിറപ്പ്, ഒരു സഹോദരി, എല്ലാമായ ഒരു ഫ്രണ്ട്. അപ്പോൾ അവൾക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു, എനിക്ക് തിരിച്ച് അങ്ങോട്ടുമായിരുന്നു. അത് വർഷങ്ങളായിട്ട് ഞങ്ങളത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ അവളെ വിളിക്കുമ്പോഴോ അവൾക്കൊരു മെസ്സേജ് അയക്കുമ്പോഴോ വളരെ ലേറ്റായിട്ട് റിപ്ലൈ തരാം. അപ്പോൾ അതിനവൾ കാരണം പറയണത് എന്താ വെച്ചാൽ, ഞാൻ ബിസി ആയിരുന്നു, ജോലി തിരക്കായിരുന്നു. ഇതേ ബിസിയുള്ള ആൾ ഒരു നേരം കണ്ടില്ലെങ്കിലോ ഒരു നേരം എൻ്റെ മെസ്സേജ് വന്നില്ലെങ്കിലോ ആ ഒരു ദിവസം മൊത്തം തല്ലുകൂടുന്ന അവൾക്ക് ഇപ്പോൾ ഞാനെന്തോ ഒരു മടുപ്പ് പോലെ, സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ എല്ലാം ഒരു മടുപ്പ് പോലെ. ഞാൻ അതിനെക്കുറിച്ച് അവളോട് പറയും, നീ എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല, എൻ്റെ മെസ്സേജ് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പരാതിയും പരിഭവവും പറയുമ്പോൾ അവൾ പറയും, ഈ ഒരു സില്ലി മാറ്ററിനാണോ നീ ഇങ്ങനെ എന്നെ ചടപ്പിക്കുന്നതെന്ന്, എന്നെ മൂഡ് ഓഫ് ആക്കുന്നതെന്ന്. അതായത് മുമ്പ് അവൾ അങ്ങനെ ആയിരുന്നു എങ്കിൽ എനിക്ക് ഷംസു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞു, നിനക്ക് തോന്നലാണോ? അല്ല ഷംസു, തോന്നലല്ല. അവൾ ഞാൻ അയക്കുന്ന മെസ്സേജ് കാണുന്നുണ്ട്, ഞാൻ വിളിക്കുന്ന കോള് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്നെ തേച്ചതാണോ എന്ന്, തമാശ രൂപത്തിൽ. അല്ല ഷംസു, അവൾക്കിപ്പോൾ ഇന്നലെ പെയ്ത മഴയിൽ കുരുത്ത തവരകളെപ്പോലെ അവൾക്ക് കുറേ സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ട്, സൗഹൃദ വലയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അത്രയും ഞാൻ ഉയരുന്നില്ല, അല്ലെങ്കിൽ അവരെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. എനിക്കും ജോലിയുണ്ട്, അവൾക്കും ജോലിയുണ്ട്. പക്ഷേ ഞങ്ങളെ പരിധികളും പരിമിതികളും അതിലപ്പുറം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഇപ്പം എന്തോ എന്നെ ഒരു വല്ലാത്ത മടുപ്പ് എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്കും മടുത്തു തുടങ്ങിയോ? ഇല്ല ഷംസു, പക്ഷേ ഒരിക്കൽ ഞാൻ അയച്ച മെസ്സേജ് അവൾ കണ്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലോ എനിക്ക് ഈ നെഞ്ഞത്ത് വല്ലാത്തൊരു ആളലാണ്. പക്ഷേ ഇപ്പോൾ ആ ആളൽ കുറഞ്ഞു വരികയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് അവളോട് സ്നേഹമില്ലേ? സ്നേഹമോ ഇഷ്ടക്കുറവോ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഈ ഒരു എനിക്കും തോന്നി തുടങ്ങി, ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് അവളോട് സംസാരിക്കാനും അവൾക്ക് മെസ്സേജ് അയക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൾ എന്നെ ഒരു അവോയ്ഡ് ചെയ്യുന്ന പോലെ. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ആ ഒരു ആളൽ പതിയെ കുറഞ്ഞിരിക്കുകയാണെന്ന്. അതിനർത്ഥം ഞാൻ പതിയെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയെന്ന്. അവളത് അറിയുന്നുണ്ടോ എന്നതല്ല. നീ എന്നും എൻ്റെ കൂടെ ഉള്ളതല്ലേ, അപ്പം പിന്നെന്തിനാ ഞാനിങ്ങനെ മെസ്സേജ് അയക്കാനും നിന്നോട് സംസാരിക്കാനും സമയം കണ്ടെത്തുന്നതെന്ന്. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം ഇതാണ്. നിങ്ങൾക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ചങ്ക് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളോട് നീ തുടക്കം മുതൽ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെ അവനോട് ജീവിതകാലം മുഴുവനും നീ പെരുമാറണം. അല്ലെങ്കിൽ ആ ബന്ധം നീ ദൃഢമാക്കി കൊണ്ടുവരണം. അല്ലെങ്കിൽ ആ ഒരു സൗഹൃദത്തിന് ഒരു പുതുമ നീ കണ്ടെത്തണം. അല്ല മടുപ്പാണ് കണ്ടെത്തുന്നതെങ്കിൽ നിനക്കാരോടാണോ നിനക്ക് മടുപ്പ് തോന്നി തുടങ്ങിയത് അവർ പതിയെ ഇറങ്ങി നടക്കും. നീ ഒരിക്കൽ വിളിച്ചാൽ പോലും തിരിച്ചു വരാത്ത രൂപത്തിൽ അവർ നിന്നിൽ നിന്ന് അകന്നിരിക്കും. പിന്നെ ഇന്നലെ കൊരുത്ത തവരകൾ അല്ലെങ്കിൽ ഇന്നലെ തളിർത്ത തവരകൾ എന്നും കൊഴിഞ്ഞു പോകും. നിൻ്റെ കൂടെ എന്നും ഡീപ്പായിട്ട് ചങ്കായിട്ട് നിന്നെ മനസ്സിലാക്കിയ ആ സുഹൃത്ത് ഒരിക്കലും നിന്നെ വിട്ട് പോകില്ല എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അവനോ അവൾക്കോ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അത് നിനക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയായിട്ട് പിന്നീട് മാറും. നമുക്ക് സൗഹൃദങ്ങൾ കിട്ടാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഡീപ്പായ ഹൃദയത്തിൽ തൊട്ട നമുക്ക് എന്തിനും ഏതിനും കൂടെയുള്ള ഒരാളെ കിട്ടണമെങ്കിൽ അതത്ര എളുപ്പമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ സൗഹൃദങ്ങളൊക്കെ തേടി പോവും, നല്ല സൗഹൃദങ്ങളൊക്കെ വരും. പക്ഷെ അവർ നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളെ കൈയിനുള്ളനടിയിൽ അവരായിക്കഴിഞ്ഞാൽ അപ്പം നമ്മളെ സ്വഭാവം മാറി. അവരവരെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്. പക്ഷെ അവരെ നമുക്ക് വേണം താനും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ബന്ധം, നമ്മുടെ സൗഹൃദം, നമുക്ക് ഏറ്റവും ഡീപ്പായ ഒരാളെ നമ്മളെ കൂടെ ഉണ്ട് എങ്കിൽ അതൊരു വല്ലാത്ത സുഖമാണ്. ആ ഒരു സുഖം നമുക്ക് ലൈഫ്
എൻഡ് വരെ നമുക്ക് കൂടെ കൂട്ടണമെങ്കിൽ, ആ ഒരു ആനന്ദം നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ തൊട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവരുടെ കണ്ണ് നിറഞ്ഞാൽ ചിലപ്പോൾ ലൈഫ് ടൈം മൊത്തം നമ്മൾ കരയേണ്ടി വരും. നിങ്ങളുടെ സ്വന്തം ഷംസുദ്ദീൻ തോപ്പിൽ.